പഠിക്കാൻ വേണ്ടിയുള്ള ഒരു അവതരണമാണ് കഥാചിറകുകൾ. അടുത്തതായി ആരതിയെ ക്ഷണിക്കുന്നു. ഈ പരിപാടി വിജയകരമായി സംഘടിപ്പിക്കാൻ സഹായിച്ച സംഘാടക സമിതി അംഗങ്ങളെ പരിചയപ്പെടുത്താം. ചെയർമാൻ സിദ്ധാർത്ഥ്, വൈസ് ചെയർമാൻ നീരജ് ടി, കൺവീനർ ശിവാനിയ പി, ജോയിന്റ് കൺവീനർ ജെയ്സൺ. ആദ്യമായി കഥ പറയാനായി ജെയ്സലിനെ ക്ഷണിക്കുന്നു. കഥാചിറകുകൾ എന്ന പരിപാടി 5 മിനിറ്റ് സമയം നൽകുകയും കുട്ടികൾ കഥ പറയാനായി ഒരുങ്ങുകയും ചെയ്യുന്നു. ആദ്യമായി ജെയ്സലിനെ ക്ഷണിക്കുന്നു. വെള്ളം കൂടുതലായി ഇറങ്ങുമ്പോൾ ഒരു കുളം കണ്ടു. കുളത്തിലേക്ക് വെള്ളം കൂടുതൽ ഇറങ്ങിയപ്പോൾ ഒരു മീൻ കളിക്കുന്നത് കണ്ടു. ഈ അന്ന് ചോദിച്ചു, നീ ഇവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? മീൻ പറഞ്ഞു, അതേ, ഞാൻ ഒറ്റയ്ക്കാണ്. ഈ കുളം എൻ്റെ വീടാണെന്ന് പറഞ്ഞു. വെള്ളം കുടിക്കാനായി വരും. ചൂടായതുകൊണ്ട് വെള്ളം പറ്റി തുടങ്ങി. അപ്പോൾ അടുത്ത പുഴയിൽ നിന്ന് തുമ്പിക്കൈ വെച്ച് വെള്ളം കൊണ്ടുവന്ന് കുളത്തിലേക്ക് ഒഴിച്ചു. അങ്ങനെ മീനും യാനയും സുഹൃത്തുക്കളായി. അടുത്തത് ആദിനേശൻ. ഒരിക്കലൊരു തടാകത്തിൽ വെള്ളം തടസ്സപ്പെട്ടത് കാരണം ആനകൾക്കും കൊക്കുകൾക്കും ബുദ്ധിമുട്ടിലായി. ആനകൾക്ക് കുടിക്കാൻ വെള്ളവും കൊക്കുകൾക്ക് കഴിക്കാൻ മീനുമില്ലാതെ. അപ്പോൾ അവർ പരസ്പരം സഹായിക്കാൻ തീരുമാനിച്ചു. ആനകൾ തങ്ങളുടെ വലിയ ബലം ഉപയോഗിച്ച് വെള്ളത്തിൽ വീണുകിടന്ന തടി എടുത്തു മാറ്റി. കൊക്കുകൾ ആനയെ പ്രോത്സാഹിപ്പിക്കുകയും വഴികാട്ടുകയും ചെയ്തു. എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ തടി നീങ്ങുകയും തടാകത്തിൽ വീണ്ടും വെള്ളം നിറയുകയും ചെയ്തു. സഹായത്തിലൂടെ അവർ തങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു. ഗുണപാഠം: ഒത്തൊരുമയുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും എളുപ്പത്തിൽ മറികടക്കാം. അടുത്തതായി ആൻസിയെ ഒരു വലിയ മരത്തിൽ 3 തത്തകൾ താമസിച്ചിരുന്നു. അവർ കൂടുകൾ ഉണ്ടാക്കി മുട്ടയിട്ടിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ശക്തമായ കാറ്റ് വീശിയപ്പോൾ മരം ആടി ഉടഞ്ഞു. കൂട് പെട്ടെന്ന് താഴെ വീഴാനായി. തത്തകൾക്ക് പേടിയാവാൻ തുടങ്ങി. മുട്ടകൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണ്. താഴെ 3 കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. 3 കുട്ടികൾ കമ്പൊക്കെയായി മരത്തിൽ കൂട് കയറ്റി വെച്ചു. പാഠം: ഒത്തൊരുമിച്ച് നിന്നാൽ എന്ത് കാര്യവും നേടാം.
കാട്ടിൽ വലിയ കുളമുണ്ടായിരുന്നു. അവിടെ ആമയും തവളയും ഉണ്ടായിരുന്നു. അവര് സുഹൃത്തായിരുന്നു. അപ്പോൾ ഒരു ദിവസം തവള വെള്ളത്തിൽ ചാടിക്കളിക്കുമായിരുന്നു. അപ്പോൾ ഈ ആമ ഒരു സൈഡിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഈ തവള ചോദിച്ചു, നിനക്ക് എന്നെ പോലെ വേഗത്തോടാനോ ചാടാനോ ഒന്നും പറ്റത്തില്ലെന്ന്. അപ്പോൾ ആമ പറഞ്ഞു, ഞാൻ ഓരോരോയ്ക്ക് ഓരോ കഴിവുണ്ടെന്ന്. അപ്പോൾ പതുക്കെ പോയാലും ചിന്തിച്ചാ പോന്നത്. അപ്പോൾ തവള പറഞ്ഞു, നമുക്കൊരു മത്സരം വെക്കാന്ന്. ആമ പറഞ്ഞു, അതെന്താ മത്സരമാണെന്ന്. അപ്പോൾ തവള പറഞ്ഞു, ഒരു കരയിൽ നിന്ന് മറ്റേ കരയിൽ പോകുന്നവരാണ് വിജയി. അപ്പോൾ ആമ പറഞ്ഞു, എന്നാ ശരി കളി തുടങ്ങാമെന്ന്. അപ്പോൾ അവർ രണ്ടും റെഡിയായിരുന്നപ്പോൾ തവള ഒരു പൂനെ കണ്ടു. പൂനെ കണ്ടോണ്ടിരുന്നപ്പോൾ കളി പോയി. അപ്പോൾ ഈ ആമ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോയി മറ്റേ കരയിൽ എത്തി. അപ്പോൾ വിജയാണ് ആമ. പൂനെ നോക്കി ഇരുന്നപ്പോഴാണ് നീ തോറ്റത്. ഞാൻ ചിന്തിച്ചെന്ന് പോയത്. എല്ലാം നന്ദി. അവിടെ ഒരു വൃദ്ധനായ കൊക്ക് താമസിച്ചിരുന്നു. അവിടെ മത്സ്യങ്ങളും ഞണ്ടുകളും ഉണ്ടായിരുന്നു. അവരെ കണ്ടു. അവൻ സങ്കടകരമായ മുഖഭാവത്തോടെ അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഞണ്ട് വന്ന് ചോദിച്ചു, നീ എന്താണ് ഇത്ര സങ്കടകരം മുഖഭാവത്തോടെ ഇരിക്കുന്നത്? അന്നേരം കൊക്ക് പറഞ്ഞു, മനുഷ്യർ ഈ വെള്ളം വറ്റിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ വലിയൊരു നദിയിലേക്ക് പോവാണ്. അന്നേരം ഞണ്ടും മത്സ്യങ്ങളും അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 5-6 മത്സ്യങ്ങളെ കൊത്തി വലിയൊരു കറുത്ത പാറയിലേക്ക് ചെന്നു. അവിടെ വെച്ച് തിന്നു. വീണ്ടും 5-6 മത്സ്യങ്ങളെടുത്ത് ആ കറുത്ത പാറയിൽ വെച്ച് തിന്നു. ഞണ്ടുകളെയും എല്ലാവരെയും പറ്റിച്ചു. 2 വലിയ തടാകമെന്തിയെ ഒരു ദിവസം ഞണ്ട് വന്ന് ചോദിച്ചു. അന്നേരം അവിടെ മത്സ്യങ്ങളുടെ അസ്ഥി മാത്രമേ കാണാനുള്ളൂ. അങ്ങനെ ഒരു ദിവസം കൊക്കിന്റെ കഴുത്തിൽ വന്ന് മുറുകി തൂങ്ങി. അങ്ങനെ കൊക്ക് തറയിൽ വീണു. വേണ്ടി എന്റെ കൂട്ടുകാരന് കഥ പറയണമെന്ന് പറഞ്ഞു ഞണ്ട് തിരിച്ചുപോയി. ഞണ്ടിന്റെ ധൈര്യം അവിടെ പ്രശസ്തപ്പെട്ടു. ഈ പരിപാടി വിജയകരമാക്കി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതാണ് എന്റെ കർത്തവ്യം. ഞങ്ങൾക്ക് എല്ലാവിധമായ നിർദ്ദേശങ്ങളും പ്രോത്സാഹനവും തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചർക്ക് സംഘടനാ സമിതിയിൽ പ്രവർത്തിച്ച് ഈ പരിപാടി ഇത്രയും വിജയകരമാക്കിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
ഞാൻ ചെയർമാൻ ദേവാനിശാൻ. കൺവീനർ അരുണോദയ. ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ പേര് നിറമുത്ത്. ഞങ്ങൾ വിവിധതരം മുത്തുകൾ കൊണ്ട് വിവിധതരം ചിത്രങ്ങൾ നിർമ്മിക്കുന്നു. ഭാരവാഹികളുടെ പേര് നിഹാൻ റോഹൻ, ആരിഷ്, ഹരിത, അയദേവി. എല്ലാവർക്കും നന്ദി. നമസ്കാരം. എഴുത്തുകൂട്ടത്തിന്റെ ജാലകക്കാഴ്ചകൾ എന്നീ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സാഹിത്യം എന്ന വിശാലമായ ലോകത്തേക്ക് ഒന്ന് എത്തി നോക്കാനാണ് നാം ഈ ചർച്ചയിലൂടെ ആഗ്രഹിക്കുന്നത്. സാഹിത്യം എന്നത് മനുഷ്യന്റെ ചിന്തകളുടെയും വികാരങ്ങളുടെയും സ്വപ്നങ്ങളുടെയും പ്രതിഫലമാണ്. അത് നമ്മുടെ ജീവിതത്തെ കാണാനുള്ളൊരു ജാലകമാണ്. ഒരു കവിത നമ്മുടെ മനസ്സിലെ സൂക്ഷ്മമായ വികാരങ്ങളെ സ്പർശിക്കുന്നു. ഒരു കഥ നമ്മുടെ ജീവിതത്തിലെ ചെറിയ അനുഭവങ്ങളെ മനോഹരമായി തുറന്നു കാട്ടുന്നു. ഒരു നോവൽ സമൂഹത്തെ വരച്ചു കാട്ടുന്നു. ഒരു നാടകം അവരുടെ ജീവിതത്തെ വേദിയിലേക്ക് കൊണ്ടുവരുന്നു. എഴുത്തുകൂട്ടത്തിന്റെ ജാലക കാഴ്ചകൾ എന്നീ പേരിൽ നടത്തുന്ന ഈ പരിപാടിയിൽ തുറക്കുന്ന ഓരോ ജാലകങ്ങളും പുതിയ ചിന്തകളുടെയും സൃഷ്ടികളുടെയും വഴികാട്ടട്ടെ. നമ്മുടെ ഓരോ എഴുത്തും വായനയും വളരെ മനോഹരമാകട്ടെ. ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുന്നതിനായി ഫിദ നജീബിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം ഇവിടെ എത്തിച്ചേർന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. എഴുത്തുകൂട്ടത്തിന്റെ ജാലകാഴ്ചകൾ എന്ന പരിപാടിയിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തുകയും മാഗസിൻ പ്രകാശനം ചെയ്യുകയും നമ്മോട് സംസാരിക്കാൻ മുൻതയ്യാറ ആചാര്യനായ അലക്സാണ്ടർ എബ്രഹാം അച്ഛനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സ്കൂളിൽ എല്ലാ പിന്തുണയും നൽകുന്ന നമ്മുടെ എച്ച്.എം. ബിജു സാറിനും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അധ്യാപകർ, സംഘാടന സമിതി അംഗങ്ങൾ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി. എഴുത്തുകൂട്ടത്തിന്റെ ജാലക കാഴ്ചകൾ എന്നീ പരിപാടിയിൽ ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് ശേഖരിച്ച രചനകൾ ചേർത്ത് വെച്ച് ഒരു മാഗസിൻ ചെയ്തിട്ടുണ്ട്. അന്നേരം അത് പ്രകാശനം ചെയ്യുന്നതിനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായും എബ്രഹാം അച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അഭിമന്യു, പ്രിയ കൂട്ടുകാർ, ബിജു സാറ്, മറ്റ് ടീച്ചേഴ്സ്, എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കട്ടെ. നമുക്കിന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണല്ലോ. നിങ്ങളുടെ കലാസൃഷ്ടികളെ ഒരു ബുക്കിൻ്റെ ഫോമിലാക്കി അത് പ്രദർശിപ്പിക്കുന്നു. അത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, ഈ ലോകത്തിൽ വലിയ കാര്യങ്ങളൊക്കെയും ആരംഭിക്കുന്ന വളരെ ചെറുതായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നാണ്. വളരെ ചെറുതായിട്ടുള്ള അവസ്ഥയിൽ ആരംഭിച്ച് വളരെ വലുതായിത്തീരുന്ന സംരംഭങ്ങൾ. നിങ്ങൾ സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ഒരാളെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? അയാൾ മരിച്ചുപോയി. അയാൾ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു. ഏറ്റവും വലിയ പണക്കാരൻ. എങ്ങനെയാണ് പണം ഉണ്ടായത്? അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിൽ പോയി. പക്ഷേ കോളേജിൽ പോയതേ ഉള്ളൂ, അത് പഠിത്തം ഇട്ടിട്ട് തിരിച്ചു പോന്നു. എന്നിട്ട് ഒരു കമ്പ്യൂട്ടറിൻ്റെ ചെറിയ ബിസിനസ് തുടങ്ങി. അതങ്ങ് പെട്ടെന്ന് അങ്ങ് വലുതായി.
സ്കൂളിൽ മാത്രം വിദ്യാഭ്യാസമുള്ള ജോബ്സിന്, കോളേജ് വിദ്യാഭ്യാസം, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്ത ജോബ്സ്, ഇങ്ങനെ ഈ ഒരു കമ്പ്യൂട്ടർ ഫീൽഡിൽ വളരെ മികവ് പുലർത്തി. അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറാണ് നമുക്കറിയാം. ഏതാണ്? ആപ്പിൾ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ആ, അതിൻ്റെ ഉടമസ്ഥനാണ് ഈ സ്റ്റീവ് ജോബ്സ്. സ്റ്റീവ് ജോബ്സ് പക്ഷേ അധികം നാൾ ജീവിച്ചില്ല. അദ്ദേഹത്തിന് ക്യാൻസർ വന്നു. ക്യാൻസർ വന്നപ്പോഴത്തേക്ക് ഡോക്ടറുടെ അടുക്ക പോയി. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ക്യാൻസറാണ്, ഒത്തിരി സ്പ്രെഡ് ചെയ്തു പോയി, ഇതിന് രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. സ്റ്റീവ് ജോബ്സിന് വലിയ സങ്കടമായിപ്പോയി. തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമല്ലോ എന്ന് ഓർത്ത്. ഏതായാലും സ്റ്റീവ് ജോബ്സ് അതിന് ശേഷം ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ചു. പിന്നെ സ്റ്റീവ് ജോബ്സിന് ഉള്ള വിവരം കിട്ടിയത് ഈ പാൻക്രിയാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ക്യാൻസർ ബാധിച്ചത്. നമ്മുടെ ശരീരത്തിൽ പാൻക്രിയാസ് എവിടെയാണെന്ന് അറിയാമോ? അറിയത്തില്ലല്ലേ? നമ്മുടെ ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും കേട്ടോ എവിടെയാണെന്നുള്ള കാര്യം. പാൻക്രിയാസിൽ ക്യാൻസർ വന്നു. അതിന് വന്ന അന്ന് വേറെ ചികിത്സയൊന്നുമില്ലായിരുന്നു. ഇങ്ങനെ പാൻക്രിയാസിൽ ക്യാൻസർ വന്ന് സ്റ്റീവ് ജോബ്സ് മരണത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മരണത്തെ സങ്കടത്തോടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റീവ് ജോബ്സിന് ഒരു കോള് വന്നു. അത് താൻ പണ്ട് പഠിച്ച സ്കൂളിലെ മിസ്സാണ് ഫോൺ ചെയ്തത്. മിസ് പറഞ്ഞു, സ്റ്റീവ് ജോബ്സ്, നമ്മുടെ സ്കൂളിൻ്റെ ജൂബിലിയാണ്, നീ വരണം, പിന്നെ ഞങ്ങൾക്ക് കാണണം എന്നൊക്കെ പറഞ്ഞു. സ്റ്റീവ് ജോബ്സ് വളരെ സന്തോഷത്തോടെ ആ ക്ഷണം സ്വീകരിച്ചു. അവിടെ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഈ പഠിച്ച കുട്ടികളെല്ലാം ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് സ്കൂൾ വിട്ട് പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം, ഒരു വാക്കോ ഒരു പടമോ ഒക്കെ വരച്ച് അവിടെ വെക്കണം. അത് ആ സ്കൂളിൽ ഇവരുടെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കുന്നതാണ്. സ്റ്റീവ് ജോബ്സ് വരച്ചത് അന്നേരം അവിടെ ചെന്നപ്പോഴാണ് ഓർക്കുന്നത്, ഒരു ആനയാണ് വരച്ചത്. ആന വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാമോ? അറിയാമല്ലേ? സ്റ്റീവ് ജോബ്സ് ഒരു ആനയെ വരച്ചു. ആന വരച്ചപ്പോഴത്തേക്ക് മിസ് ചോദിച്ചു, എടാ നിൻ്റെ ആന ആണാണോ അതോ പെണ്ണാണോ എന്ന് ചോദിച്ചു. എങ്ങനെ അറിയുന്നത്? സ്റ്റീവ് ജോബ്സ് ആനയെ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ, പിന്നെ പടത്തിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ഏതായാലും ഒരു പടം വരച്ചു. അത് ടീച്ചർ ചോദിച്ചു ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചപ്പോൾ അറിയത്തില്ല. ഏതായാലും സ്റ്റീവ് ജോബ്സിന് ദേഷ്യം വന്നു, ആ പടമെല്ലാം വെട്ടിക്കളഞ്ഞു. ആ പടമാണ് ഇപ്പോൾ ഈ 30 വർഷത്തിന് ശേഷം സ്റ്റീവ് ജോബ്സ് സ്കൂളിൽ വന്നപ്പോഴത്തേക്ക് ആ സ്കൂളുകാർ കാണിച്ചത്. സ്റ്റീവ് ജോബ്സിന് വലിയ സന്തോഷമായി. തൻ്റെ ചെറിയ പ്രായത്തിൽ ഇത്രയും ഒക്കെ ചെയ്യാൻ സാധിച്ചല്ലോ, പിന്നെ ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ദുഃഖമുണ്ടായി. സ്റ്റീവ് ജോബ്സ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വിലയുള്ളത് എന്താണ്? ഏറ്റവും വിലയുള്ളത് എന്താണ്? അല്ല, സ്റ്റീവ് ജോബ്സ് പറഞ്ഞത് മരണക്കിടക്ക. മരിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ കിടക്കുന്ന കിടക്ക, അതാണ് ഏറ്റവും വിലയുള്ളത്. നമുക്ക് അത് മറ്റൊരാളുമായിട്ട് വെച്ച് മാറാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ മരണക്കിടക്കയോട് അടുക്കുമ്പോഴത്തേക്ക് സന്തോഷിക്കുവാനായിട്ട്, ഇവിടെ സ്റ്റീവ് ജോബ്സിനെ സന്തോഷിപ്പിച്ച ആ സ്കൂളിൻ്റെ പ്രവർത്തനം, ടീച്ചേഴ്സും ആ സ്കൂളിൻ്റെ കലാപരിപാടികളൊക്കെ പങ്കെടുത്തതിൻ്റെ ഓർമ്മയൊക്കെയാണ്. നമുക്കും ഈ മനോഹരമായിട്ടുള്ള ഈ ദിവസത്തിൽ നിങ്ങളുടെ ഓർമ്മകൾ പങ്കിടുവാനായിട്ട് ഈ പുതിയ ഒരു സൃഷ്ടി അത് നിങ്ങൾ തയ്യാറാക്കി. വളരെ സന്തോഷം. ഇതിനകത്ത് പ്രവർത്തിച്ച എല്ലാവരെയും
എല്ലാവരുടെയും കഴിവുകൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അത് വളരട്ടെ, മനോഹരമായി തീരട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത് ഈ പ്രതി പ്രകാശനം ചെയ്യും. അടുത്ത സെക്ഷനായ ചർച്ച ആരംഭിക്കാൻ പോവുകയാണ്. മാതൃഭാഷ ഒരു വ്യക്തിയുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നു. എങ്ങനെ? പഠനത്തിൽ ഭാഷയുടെ പ്രാധാന്യം എന്താണ്? ഒന്ന് വിശദീകരിക്കാമോ? ജനനം മുതൽ ചുറ്റുപാടിൽ നിന്ന് കേട്ടു പഠിക്കുന്ന ഭാഷ മാതൃഭാഷയാണ്. നമുക്കത് മലയാളമാണ്. അറിവ് നേടാനും പകരാനും ഏറ്റവും ഫലപ്രദമായ മാധ്യമവും മാതൃഭാഷയാണ്. അനുഭവങ്ങൾ ആദ്യം തലച്ചോറിലൂടെ നടക്കുന്നതും മാതൃഭാഷയിലൂടെയാണ്. അതുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ മാതൃഭാഷാ പഠനം മാധ്യമമാക്കേണ്ടതുണ്ട്. ഇന്ന് എഴുത്തിനോടും വായനയോടും താല്പര്യം കുറയുന്നു എന്ന പ്രസ്താവന എങ്ങനെ നോക്കിക്കാണുന്നു? അതിനെ ഒന്ന് വിശദീകരിച്ച് പറയാമോ? എൻ്റെ അഭിപ്രായത്തിൽ ഇത് പൂർണ്ണമായി ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം ഇന്ന് നാം സാധ്യതകളുടെ ഒരു വലിയ ലോകത്തിലാണ് താമസിക്കുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ എഴുതാനായുള്ള ഇടങ്ങൾ നമ്മുടെ മുന്നിൽ ധാരാളമുണ്ട്. വായനയ്ക്കും ഇത്തരം സാധ്യതകളുണ്ട്. കവിത എന്ന ഭാഷയെ സൗന്ദര്യവൽക്കരണം ചെയ്യുന്നു. കവിതയിൽ മാതൃഭാഷയുടെ പ്രാധാന്യം എന്താണ്? ഒന്ന് വിശദീകരിക്കാമോ? കവിതയിൽ ഉപയോഗിക്കുന്ന ഭാഷ തന്നെയാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത്. ചമർഭംഗി, ഈണം, താളം, വർണ്ണന തുടങ്ങിയവയെല്ലാം കവിതയെ മറ്റു സാഹിത്യരൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. ഉദാഹരണത്തിന് കാവ്യനർത്തകി എന്ന പാഠഭാഗത്തിൽ കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി എന്നൊരു വരിയുണ്ട്. അതിൽ ക ആവർത്തിച്ചു വരുന്നു. അത് ആ വരിയെ ഒരുപാട് മനോഹരവുമാക്കുന്നു. പണ്ടൊക്കെ അക്ഷരങ്ങളിൽ നിന്ന് ആശയങ്ങളിലേക്കായിരുന്നു ഭാഷ പഠിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആശയങ്ങളിൽ നിന്ന് അക്ഷരങ്ങളിലേക്കാണ് ഭാഷ മനസ്സിലാക്കുന്നത്. ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? പണ്ടൊക്കെ എൻ്റെ അച്ഛനും അമ്മയും ആണെങ്കിൽ സ്ലേറ്റിലും മണലിലുമാണ് എഴുതി പഠിച്ചത്. എന്നാൽ ഇപ്പോൾ എല്ലാം മാറി. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ശരിയാണ്. പണ്ടൊക്കെ നമ്മൾ അക്ഷരങ്ങൾ ഓരോന്നായി പഠിച്ചതിനു ശേഷം പദം, പിന്നെ വാക്യം, ആശയം എന്നിങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നാം ആശയം മനസ്സിലാക്കി അക്ഷരത്തിലേക്ക് എത്തുന്നു. ഇതിനെ ഭാഷാ സമഗ്രത. കുട്ടി സ്വാഭാവികമായി ആശയത്തിൽ നിന്ന് അക്ഷരത്തിലേക്ക് എത്തുന്നു. ബഷീറിൻ്റെ കഥകളി ഭാഷയ്ക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇതിനെ ഒന്ന് വിശദീകരിച്ച് പറയാമോ? ബഷീറിൻ്റെ കൃതികളിൽ സംസാര ഭാഷയാണ് ഏറ്റവും കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത്. അത് സാധാരണക്കാർക്ക് വായിക്കാനും എഴുതാനും മനസ്സിലാക്കാനും കഴിയുന്നതാണ്. നർമ്മം ചാലിച്ചുമാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ രചിച്ചിട്ടുള്ളത്. തുള്ളൽ കലാകൃതത്തിൽ പ്രശസ്തനായ കുഞ്ചൻ നമ്പ്യാരിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ദേവനന്ദ, ഞങ്ങൾക്ക് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പം കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചൊന്ന് വിവരിക്കാമോ?
പാലക്കാട് ജില്ലയിൽ കിളിക്കുറിശി മംഗലത്ത് കലക്കത്ത് ഭവനിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത്. ചാക്യാർ കൂത്തിൽ മിഴാവ് കൊട്ടുന്ന ആളായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. ഒരു ദിവസം കുഞ്ചൻ നമ്പ്യാർ ചാക്യാർ കൂത്തിന് മിഴാവ് പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. ഇത് കണ്ട ചാക്യാർ കുഞ്ചൻ നമ്പ്യാരെ പരിഹസിച്ചു. തനിക്ക് ഉണ്ടായ അഭിമാനത്തിന് മനം നൊന്ത കുഞ്ചൻ നമ്പ്യാർ അടുത്ത ദിവസം നടക്കുന്ന സമയത്ത് അടുത്തുള്ള സ്ഥലത്ത് ഒരു പുതിയ കലാരൂപം കൊണ്ടുവന്നു. കല്യാഗന്ധികം തുള്ളലാണ് അവതരിപ്പിച്ചത്. വർണ്ണനകളും പഴഞ്ചൊല്ലുകളും കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളുടെ സവിശേഷതകളാണ്. സാമൂഹ്യ വിമർശനം, കേരളീയം എന്നിവയും കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളുടെ സവിശേഷതകളാണ്. നോവലും കഥയും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാം? ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയാമോ? നോവൽ കഥയെ അപേക്ഷിച്ച് കുറച്ചും കൂടെ വലിയതാണ്. വിശാലമായ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നത് നോവൽ. എന്നാൽ ചെറുകഥ ചെറിയ വിഷയങ്ങളിലൂടെയും ചുരുങ്ങിയ കഥാപാത്രങ്ങളിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. ഏതൊക്കെയാണവ? ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? സാഹിത്യരൂപം എന്നത് സാഹിത്യീകരിപ്പിക്കുന്ന ഘടനയും രീതിയുമാണ്. ഉദാഹരണം, 7ാം ക്ലാസ്സിലെ മീനോളം എന്ന പാഠഭാഗം നാടക രൂപത്തിലുള്ളതാണ്. അതിൽ കഥ, സംഭാഷണം, അഭിനയം തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. 5ാം ക്ലാസ്സിലെ ഒന്നല്ലോർ കോടി മാവേലിമാർ എന്ന പാഠഭാഗം കവിതാരൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. ഈണം, താളം, അലങ്കാരവാക്കുകൾ എന്നിവ ഇതിൽ പ്രത്യേകതയാണ്. ഇതുപോലെ രൂപങ്ങൾ അവതരിപ്പിക്കുന്ന സാഹിത്യങ്ങളാണ്. സാഹിത്യ രൂപത്തിൽ ഇതുപോലെ പലതരം സാധ്യതകൾ ഉണ്ട്. കഥ, കവിത എന്നിവയൊക്കെ സാഹിത്യ രൂപത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. എഴുത്തിലൂടെ നമ്മുടെ സമൂഹത്തിന് ലഭിച്ച പ്രയോജനം എന്താണ്? എഴുത്ത് മനുഷ്യരുടെ ചിന്തകളെ ഉണർത്തുകയും സമൂഹത്തിൽ ബോധവൽക്കരണം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ബുദ്ധിക്ക് വിവിധ തലങ്ങളുണ്ട്. അതിനെ ഭാഷ എങ്ങനെയാണ് ഭാഷയെ ശരിയായി ഉപയോഗിക്കുകയും ആശയവ്യക്തമായി പറയുകയും എഴുതാനും വായിക്കാനുമുള്ള കഴിവാണ് ഭാഷാപരമായ ബുദ്ധി. ഇത് ബഹുമുഖ ബുദ്ധിയുടെ ഒരു തലമാണ്. കവികൾ, എഴുത്തുകാർ, പത്രപ്രവർത്തകർ തുടങ്ങിയവരെല്ലാം ഇതിന് ഉദാഹരണമാണ്. ഉദാഹരണത്തിന് വൈക്കം മുഹമ്മദ്, സുകുമാർ അഴീക്കോട് തുടങ്ങിയവർ. ആധുനികങ്ങൾ എന്ന ആരൊക്കെയാണ്? ഉള്ളൂർ എസ് പരമേശ്വർ, കുമാരനാശാൻ, വെള്ളത്തോൾ നാരായണ മേനോൻ ഇവരൊക്കെയാണ് ആധുനിക കവിത്രയങ്ങൾ. അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും എതിരെ ഇവർ ലളിതമായ ഭാഷയിൽ, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കവിതകൾ രചിച്ചു. അതുകൊണ്ടാണ് ഇവരെ ആധുനിക കവിതകൾ എന്ന് പറയുന്നത്. വേദങ്ങൾ എന്നാൽ എന്ത്? ഒന്ന് വിശദീകരിക്കാമോ? 6 മലയാളിക്ക് 100 മലയാളം എന്നാണല്ലോ. ഭാഷ നമ്മുടെ പലതര രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് പറയുന്ന ഭാഷയല്ല കാസർഗോഡുള്ളത്. കണ്ണൂരിലെ ഭാഷയല്ല കൊല്ലത്തുള്ളത്. പല സ്ഥലങ്ങളിലും ഭാഷാ പ്രയോഗങ്ങളും ശൈലികളും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിയിൽ ഇത് പറയുന്നുണ്ട്. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചതിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? 2013 മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നത്. ഗോത്രത്തിനാണ് മലയാള ഭാഷ. പഴക്കമുള്ളയും പാരമ്പര്യമായിട്ടുള്ള സമ്പന്നമുള്ള ആണ് മലയാള ഭാഷയുടെ പ്രത്യേകത.
മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർദ്യന് പെറ്റമ്മ താൻ ഭാഷതൻ എന്നാണല്ലോ. മലയാളം നമ്മുടെ മാതൃഭാഷയായി വന്നതിന് നമുക്ക് അഭിമാനിക്കാം. മലയാളം ഭാഷ നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാമാണ്? കടന്നുകയറ്റവും മലയാളികൾക്ക് മലയാളം ഭാഷയോടുള്ള താല്പര്യക്കുറവും അതിനൊരു കാരണമാണ്. ബാലസാഹിത്യം എന്നാൽ എന്താണ്? ബാലസാഹിത്യം എന്ന് വെച്ചാൽ കുട്ടികൾക്കായി എഴുതുന്ന സാഹിത്യ രൂപമാണ്. ലളിതമായ ഭാഷയിലാണ് ഇവ എഴുതുന്നത്. കഥ, കവിത, നാടകം എന്നിവ ബാലസാഹിത്യത്തിന് ഉദാഹരണങ്ങളാണ്. ബാലസാഹിത്യത്തിന് പ്രധാനമായുമുള്ള ഉദാഹരണങ്ങൾ ബാലകവിതകൾ, പാട്ടുകൾ, കടങ്കഥകൾ എന്നിവയാണ്. ഇവയൊക്കെയാണ് ബാലസാഹിത്യത്തിന്റെ പ്രത്യേകത. തമ്മിലുള്ള വ്യത്യാസം എന്തല്ല? വാക്കുരൂപത്തിലാണ് പഴഞ്ചൊല്ല് കാണപ്പെടുന്നത്. എന്നാൽ ശൈലി വാക്കുരൂപത്തിലുള്ളതല്ല. പഴഞ്ചൊല്ല് സാധാരണ ഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശൈലി ഓരോ ആശയപരമായിട്ടുള്ള പദങ്ങളാണ്. എഴുത്തച്ഛന് മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്നത്? മലയാളത്തിന് സ്വന്തമായി അക്ഷരമാല ചിട്ടപ്പെടുത്തിയത് എഴുത്തച്ഛനാണ്. കവിതകളിൽ മലയാള ഭാഷ ഉപയോഗിച്ചിരിക്കുന്നു. കിളിപ്പാട്ട് പ്രസ്ഥാനം സാഹിത്യശാഖയാക്കി മാറ്റി. ഭക്തി, വർണ്ണന, ഉപദേശം തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മലയാള ഭാഷയുടെ പിതാവായി അറിയപ്പെടുന്നത്. നാടകങ്ങൾ എങ്ങനെ സമൂഹത്തെ സ്വാധീനിക്കുന്നു? നാടകങ്ങൾ മനുഷ്യരുടെ ബോധവൽക്കരണം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യരുടെ ജീവിത കഥയും മനുഷ്യരുടെ ജീവിത അവസ്ഥകളും നാടകത്തിലൂടെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നു. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ അടുക്കള അരങ്ങ കൃതിയിൽ ഇത് വിമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. മാതൃഭാഷയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഒരു മനുഷ്യനെ നല്ല വ്യക്തിയായി മാറ്റുന്നതിൽ മാതൃഭാഷയ്ക്ക് വലിയ പങ്കുണ്ട്. അനേകം സാഹിത്യകാരന്മാരുടെ ഒരു സംഭാവനയാണ് നമ്മുടെ മലയാള ഭാഷ. നമ്മുടെ ഭാഷയെ നമ്മൾ തന്നെ അതിനായി ഈ ചർച്ച സഹായകമാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അടുത്തത് നന്ദി പറയുന്നതിനായി ഗംഗയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് എൻ്റെ കർത്തവ്യം. മുഖ്യ അതിഥിയായി എത്തുകയും ഈ മാഗസിൻ പ്രകാശനം ചെയ്ത സാൻഡർ അച്ഛനോടുള്ള അറിയിച്ചു കൊള്ളുന്നു. ഈ പരിപാടിക്കെല്ലാം പിന്തുണ നൽകിയ ബിജുസാറിനോടുള്ള നന്ദിയും കൂടി അറിയിച്ചു കൊള്ളുന്നു. കൂടാതെ മറ്റുള്ള അധ്യാപകർ, സംഘാടന സമിതി ആൾക്കാർ, കൂട്ടുകാർ എന്നിവരോടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. നന്ദി. ഈ പരിപാടി തീർന്നിരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.